എൻ്റെ സ്വന്തം ബർത്ത്ഡേക്ക് ചിലവ് തരാനാന്നും പറഞ്ഞ് എന്നെ വിളിച്ചേറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എന്താവോ എന്തോ. എനിക്ക് സർപ്രൈസ് ഇല്ലാണോ? ചെലവ് ഞാൻ ചെയ്യാൻ സർപ്രൈസ് ഇല്ലാടാ. നീ അറിഞ്ഞില്ല സർപ്രൈസ് ഉണ്ടെന്ന്. നീ അറിഞ്ഞില്ല സർപ്രൈസ് ഉണ്ടെന്ന്. ആഘോഷിക്കാൻ എന്താ വേണം? ഗൾഫിലേക്ക് പോകണം. ടിക്കറ്റ് നീട്ടി. നേരെ നോക്കി വണ്ടി എടുത്ത പറമ്പിൽ കയറുമ്പോ ഈ വരുന്നതാണ് എനിക്കുള്ള സർപ്രൈസ്. സർപ്രൈസ് ഞാൻ കണ്ടല്ലോ. സർപ്രൈസ് എന്തായാലും എനിക്ക് സർപ്രൈസ് തരാനുള്ള കേക്ക് ഞാൻ കണ്ടു. വണ്ടി നേരെ മുണ്ടക്കയത്തിന് വിട്ടു. തൊട്ടടുത്തുള്ള ഒരു പാർക്കിംഗ് കയറിയിട്ട് കേക്ക് മുറിക്കാൻ തുടങ്ങി. നീ എന്നെ ഒരുത്തൻ അടയ്ക്കാൻ മോനെ. അവസ്ഥ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കാശ് കൊടുക്കും. കേക്ക് മേടിച്ച് ഞാൻ എവിടുന്ന് കാശ് കൊടുക്കും? കൂട്ടുകാരന്മാരാണോ? യാത്ര ചെയ്യുന്നു. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു. കേക്കും കഴിച്ചതിന് ശേഷം വണ്ടി കയറി. ഇനി ഇവന്മാരെന്നെ നേരെ കൊണ്ടുവന്ന തൊട്ടടുത്ത ഹോട്ടലിലോട്ടാണ്. ഹോട്ടലിൽ കയറി ഇവന്മാര് തന്നെ ഓരോന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കുള്ള സർപ്രൈസ് ബില്ലിന്റെ രൂപത്തിലാണ് വരുന്നതെന്ന്. എന്തായാലും സാധനം ഓർഡർ ചെയ്തു. ആദ്യം തന്നെ ഇവന്മാർ ഷവർമാണ് ഓർഡർ ചെയ്തത്. അതിന്റെ പുറകെ അൽഫാമും റോസ്റ്റഡ് ചിക്കനും. എന്തായാലും ഫുഡ് എത്തി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ഇവന്മാര് പരിപാടി തുടങ്ങി. ആരോടും ഒന്നും മിണ്ടാനും ഇല്ല, ഒന്നിനുമില്ല. ഇരുന്ന് കഴിപ്പ് തന്നെ. നാളെ വേറെ നീ ഗൾഫിന് പോകുന്ന ചെലവായിട്ട് അതല്ല, ഇത് നിന്റെ ബർത്ത്ഡേ. എന്റെ രാത്രി 12 മണിയാണോ? 12 മണി വേറെ. അവിടെ 12 മണി കഴിഞ്ഞിട്ട് വേറെ ഉണ്ട്. ഇതിപ്പോ പിന്നെ വേറെ എന്നെ 12 മണി കഴിഞ്ഞ് നാളെ വേറെ. ഇന്നപ്പോ എല്ലാവരും സന്തോഷമായില്ലേ? എല്ലാവരും വേറെ കാണുന്നില്ലേ? അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് ബില്ലും കൊടുത്തു. ഇനി നേരെ വീട്ടിലോട്ട്. എന്തായാലും എനിക്കൊട്ടുള്ള സർപ്രൈസ് വളരെ നന്നായിട്ടുണ്ട്.